ഹലോ ഓൾ, ഇന്ന് നമ്മളെ വീട്ടിലേക്ക് 2 ഗസ്റ്റ് ഉണ്ട്. വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം മാമ്മമാർ തന്നെയാണ്. എനിക്ക് 3 മാമ്മമാരാണുള്ളത്. അതിൽ 2 ഇവിടെയും ഒരാൾ നാട്ടിൽ സെറ്റിൽഡുമാണ്. ഇതാണ് മൂത്ത മാമൻ, മിസ്റ്റർ സലീം. ആൾ അബുദാബി പാലസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരലുണ്ട്. എനിക്ക് കുറേ ചോക്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചോക്ലേറ്റ് കിട്ടിയ സന്തോഷത്തിലിരിക്കുകയാണ്. രാത്രി ഇവർ വരുമ്പോഴത്തേനും ഞാൻ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബർദീസിനും പൊറോട്ട ആയിരുന്നു രാത്രിക്കാലത്തെ ഡിന്നർ സ്പെഷ്യൽ. ചെറിയ മാമനെ ഞാൻ പണ്ട് മുതലേ രാജു എന്നാണ് വിളിക്കൽ. രാജു വരുമ്പോൾ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എല്ലാ ഡ്രസ്സും ഇട്ട് കിടക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ രാത്രി ആയപ്പോൾ ഫുള്ള് ഓണായിരുന്നു, ഫുള്ള് കളിയായിരുന്നു, തീരെ ഉറങ്ങുണ്ടായില്ല. എങ്ങനെയൊക്കെയാണ് ഞാൻ അവനെ പിടിച്ചുകൊണ്ടുപോയി ഉറക്കിയത്. അങ്ങനെ പിന്നെ രാവിലെ ആയി, മീമികൾക്കൊക്കെ ഫുഡ് കൊടുത്തു. രാവിലേക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കൽ പരിപാടീസൊക്കെ കഴിഞ്ഞു. രാവിലേക്ക് ചിക്കൻ കറിയും പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ എമി എണീറ്റിട്ട് രാജുവിനായിട്ട് ഫോണിലൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. ആ ടൈം ആകുമ്പോഴത്തേനും സലീമാമ്മ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ മെയിൻ നായകൻ അവിടെ എത്തിയത്, മുനീർക്ക. മുനീർക്ക രാജുവിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ മുനീർക്കാനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫുഡ് പുറത്തുനിന്നാക്കാം, ഉച്ചയ്ക്ക് മന്തി മതിയെന്ന് ഇന്നലെ രാത്രി മുതൽ തന്നെ രാജു പറയുന്നുണ്ടായിരുന്നു. പിന്നെ രാജു നാട്ടിൽ പോണതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 4 കൂടി മുനീർക്കാനെ ഏറ്റി ഇറങ്ങി. മാമമാരെ ഫോക്കസ് ചെയ്തില്ലെങ്കിലും മുനീർക്കാനെ ഫോക്കസ് ചെയ്യണമെന്ന് സ്പെഷ്യലായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുനീർക്ക. പിന്നെയുള്ള ചർച്ച എവിടുന്ന മന്തി വാങ്ങാന്നുള്ളതായിരുന്നു കേട്ടോ. ഞങ്ങൾ പോണതും വരുന്നതും നടക്കുന്നതും കാറി കയറുന്നതും ഒരു കുറവില്ലാതെ വീഡിയോയിൽ ഉണ്ടാവുന്ന സ്പെഷ്യലായിട്ട് രാജു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറി കയറി ഇരുന്നപ്പോഴാണ് അടുത്ത പ്ലാൻ വന്നത്. കുറച്ച് മന്തി വാങ്ങിയാൽ മതി, ബാക്കി ഫുഡ് വീട്ടിലുണ്ട്, വീട്ടിലെന്തോ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഷാജിത്തെ വിളിച്ചത്. അങ്ങനെ പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത് മുനീർക്കാൻ്റെ വീട്ടിലേക്ക് നേരെ അങ്ങോട്ട് പോയി. മുനീർക്കാക്ക് 2 മക്കളാണുള്ളത്, അഫ്രയും ആഫിറും. എമി പിന്നെ അവരെ കിട്ടിയപ്പോൾ ഫുൾ ഹാപ്പിയായി. ഇത് മുനീർക്കാടെ വൈഫ് ഷാജിത്ത. ഷാജിത്ത എന്തോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആളടിപൊളിയായി കുക്ക് ചെയ്യേ. രാജുവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ മന്തിയും അതുപോലെ തന്നെ മട്ടൻ മന്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാജിത്താടെ സ്പെഷ്യൽ നല്ല ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ എടുത്ത് പറയുകയാണെങ്കിൽ ഈ പായസം തന്നെ. പായസത്തിൻ്റെ റെസിപ്പി മുനീർക്ക പറഞ്ഞു കൊടുത്താണെന്നാണ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് അടി തുടങ്ങി. അതിലെടുത്ത് പറയേണ്ടത് ഷാജിത്താടെ ക്യാരറ്റ് പായസം തന്നെയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടും അറിയാത്ത പോലെ പോസ്റ്റ് ചെയ്യണ ഇവരാണ് നമ്മളുടെ ഹീറോ. എമി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എമിക്ക് കുറേ ചോക്ലേറ്റും സാധനങ്ങളൊക്കെ കിട്ടിയോണ്ട് എമി ഹാപ്പി ആയിരുന്നു. അങ്ങനെ പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ പോണതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.